ഫ്രഷാണ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ ഉറങ്ങാൻ വന്നേനിട്ട് 12 മണിയാവാൻ പോവാണ്. ചോദിച്ചിട്ടിനും ഉറങ്ങിയില്ല കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്നൊരു സ്ഥലം വരെ പോവുകയാണ്, വേറെ എവിടെയല്ല, വയനാടാണ്. അപ്പോൾ ഒരു മീറ്റിങ്ങും പ്ലസ് ഒരു ടൂറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. JCI ടീമാണ് നമ്മളെ കൂടെയുള്ളത്, നമ്മൾ മാത്രമല്ല കുറേ പേരുണ്ട്. അവരൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ റഫീഖ് ഇപ്പോൾ പുറത്ത് പോയിരിക്കുകയാണ് ഒരു ഷൂട്ട് ഉണ്ടായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് വരും. അപ്പോഴത്തേക്ക് ഞങ്ങളോട് റെഡി ആയിക്കാനാണ് പറഞ്ഞത്. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഒന്ന് ഫ്രഷായി. പിന്നെ ഇപ്പോൾ റെഡി ആവണം, ലഗേജൊക്കെ എടുക്കണം. ഒറ്റ ദിവസത്താണ് കേട്ടോ, നമ്മൾ ഇന്ന് പോയി നാളെ തന്നെ തിരിച്ചു വരും. അപ്പോൾ അതിൻ്റെ അവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് വേറെ 1-2 സ്ഥലങ്ങളിൽ കൂടെ പോകാനുണ്ട്. അതിന് ശേഷമായിരിക്കും നേരെ അങ്ങോട്ട് പോകുന്നത്. രാത്രിയാവും മിക്കവാറും നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക്. എന്തായാലും ഞാൻ റെഡി ആവാൻ നോക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ 1-ാം വളവ് കയറി കഴിഞ്ഞു. അയാളെ ഡോറിന്റെ എടുത്തിട്ട് ചാടാൻ പറ്റും. എല്ലാവർക്കും നന്നായിട്ട് വിശന്ന് തുടങ്ങിയിട്ട് തന്നെ കഴിച്ചിട്ട് പോവാമെന്ന് പിന്നെ വിചാരിച്ചു. അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി പൊറോട്ടയും ചിക്കനൊക്കെ കൂട്ടി നല്ലൊരു തട്ട് കെട്ടി. എന്തോ വിളിച്ചായിരുന്നോ? അല്ലെങ്കിൽ നിന്നെ പ്രസിഡന്റ് ആക്കിക്കൊണ്ട് തന്നെ ന്യൂ JC എന്നുള്ള മെമ്പർഷിപ്പ് എത്തിച്ചുകൊണ്ട് ഞങ്ങളിവിടെ റേസൂട്ടിന് ഇറക്കാൻ വന്നാണ് കേട്ടോ. പക്ഷെ കള്ളന് ഇറങ്ങിയോ? കള്ളൻ ഇറങ്ങിയില്ല. ഓ, എന്താ ഇറങ്ങാത്തെ? എന്താ ഇറങ്ങാത്തെ? റേസൂട്ടിന് ഇറങ്ങിയില്ല കേട്ടോ. ഞങ്ങൾ ഉറങ്ങാൻ വന്നേനിട്ട് 12 മണിയാവാൻ പോവാണ്. ചോദിച്ചിട്ടിനും ഉറങ്ങിയില്ല കേട്ടോ. എന്താ ഇറങ്ങാത്തെ? അവിടെ ബോബോ ഉണ്ട് മുറ്റത്തില്ലേ റൈസോ? അല്ലേ, മുറ്റത്ത് ബോബോ അല്ലേടാ? മുറ്റേ റൈസ് ഇറങ്ങാത്തോണ്ട് പിന്നെ ഞങ്ങൾ പുള്ളിലോട്ട് വന്നു കേട്ടോ. തണുത്തിട്ടാണെങ്കിൽ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഒരു 5-10 മിനിറ്റ് അവിടെ നിന്നിട്ടുള്ളൂ. പുല്ലൊക്കെ ചാടിയൊന്ന് തണുത്തോണ്ടാന്ന് തോന്നുന്നുണ്ട്. റൈസ് വേഗം ഉറങ്ങി. ഓനെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ നമ്മുടെ ടീംസിൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. ഇവിടെ ഉഗ്രം കളികളും ചിരിയും ഒക്കെ ഉണ്ട്, മത്സരങ്ങളൊക്കെ ഉണ്ട്. ഓരോരുത്തർക്കും ഓരോരോ ടാസ്കൊക്കെ തന്നിട്ട് അത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഡാൻസ്, പാട്ട്, കൂത്ത് എല്ലാം ഉണ്ടായിരുന്നു. തകർത്തു. മൊത്തത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടെ പൊളിച്ചെടുക്കി. ഇവിടെയൊക്കെ മ്യൂസിക്കാണ് കേട്ടോ. അതാണ് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടേക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് പഴയ ചാനൽ അടിച്ചു പോയ മാതിരി ഇതും അടിച്ചു പോകും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ. ഇപ്പം ഇതാ എൻ്റെ കെട്ടിയോനെ പിടിച്ച് പുതിയണ്ണാക്കി ഒപ്പന കളിക്കുവാണ് കേട്ടോ ഞങ്ങളൊക്കെ. ഇവിടെ ആയിരുന്നു വൻ കോമഡി. ഞങ്ങൾ ചിരിച്ച് ഒരു വഴിയായി. ഇതാണ് ഇപ്പോഴത്തെ JCI ടീം കേട്ടോ ഞങ്ങളുടെ. ഞാനിപ്പോൾ ഒരു ലീവിലാണ്. റൈസൂട്ടുണ്ടായതിനു ശേഷം പ്രഗ്നൻസി ലീവ് എന്നും പറഞ്ഞ് എടുത്തതാണ്. പിന്നെ ഞാൻ തിരിച്ച് ജോയിൻ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ അതിൽ ഉള്ള പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇന്നത്തെ നമ്മുടെ മീറ്റിങ്ങിൽ ആൾക്ക് അവാർഡ് കിട്ടിയതിൻ്റെ ഒരു മൊമെൻറ്റോ കൊടുക്കലും കാര്യമൊക്കെ ഉണ്ടായിരുന്നു.
ടീമിലെ എല്ലാവരും ഭയങ്കര പോസിറ്റീവ് വൈബുള്ള ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസമൊക്കെ കഴിഞ്ഞിട്ടോ 3 മണിയായിട്ടുണ്ട് ഇപ്പോൾ. കുറേ നേരം സൊറ പറഞ്ഞ് മുകളിൽ പോയിരുന്ന അവരുടെ കൂടെ അപ്പം നമ്മൾ റൂമിലേക്ക് തിരിച്ചു വന്ന് ഇപ്പോൾ കുറച്ച് സമയം ഉറങ്ങട്ടെ. രാവിലെ 7 മണിക്ക് സൂമ്പ ഉള്ളതാണ്. അപ്പോൾ കുറച്ച് സമയം നടക്കുമെന്നറിയില്ല, ശ്രമിച്ചു നോക്കാം. രാവിലെ എണീക്കലും നടക്കുമെന്നറിയില്ല, കാരണം 3 മണിയായല്ലോ. എന്തായാലും ഒന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങട്ടെ, ഇനി നേരെ വെളുക്കുമ്പേ തല പൊങ്ങില്ല. റൈസും റെയിനൊക്കെ നല്ല ഉറക്കമായിട്ടോ. ഞങ്ങൾ കിടക്കാൻ നോക്കട്ടെ. ഇവിടെയൊക്കെ ഞാൻ നാളെ കാണിച്ചു തരാം കേട്ടോ, ഫുൾ വ്യൂ ഒക്കെ. അപ്പോൾ ഇന്നത്തെ ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ 7 മണിയായിട്ടുണ്ട്. ജോബൊക്കെ തുടങ്ങി കാണുമെന്നോ, ഞാൻ അത് പോയി നോക്കട്ടെ. ഞാൻ ജസ്റ്റ് ഒന്ന് റെഡിയായി, കണ്ണൊന്നും തുറക്കാൻ വയ്യ, അവരൊക്കെ ഭയങ്കര ഉറക്കത്തിലാണ്. ഞാൻ എന്തായാലും പോയി നോക്കട്ടെ. ഒരു മഴ പെയ്ത് ചോർന്ന പോലെ ഉണ്ട്, ആരെയും കാണുന്നില്ല. എനിക്ക് ഫുഡ് വിടുന്ന കഴിച്ചത്. കുളിയൊക്കെ പാതിരാക്ക് കഴിഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ കുളിക്കാനും ഇതാക്കാനും നന്ദിയില്ല കേട്ടോ. ഭയങ്കര തണുപ്പുമാണ്. അപ്പം ഞാനിങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. ഞാൻ വിചാരിച്ചു ഞാൻ നിൽക്കുമ്പോഴത്തേക്ക് എല്ലാവരും റെഡി ആയിരിക്കും. എവിടെ ആരെയും കാണുന്നില്ല, 1-2 പേരൊക്കെ പുറത്തുള്ളൂ. അങ്ങനെ ഓരോരുത്തരായിട്ട് കുത്തിപ്പൊങ്ങി എണീറ്റ് വന്ന് ഒടുവിൽ ഫോട്ടോ സെക്ഷനാണ് നടക്കുന്നത്. അങ്ങനെ ഫോട്ടോ എടുപ്പും കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് എല്ലാവരും കൂടെ അവിടെ നിന്ന് ഇറങ്ങി. ഓരോരുത്തരായിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. ചിലർക്ക് നേരത്തെ പോവേണ്ടതുണ്ടായിരുന്നു. നമ്മളെന്തായാലും വേഗം ഇറങ്ങി. തേയിലത്തോട്ടത്തിനകത്തുള്ള കുറച്ച് ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ബിഹൈൻഡ് സീനാണ് ഈ കാണുന്നത്. റെയിൻ മോളുണ്ട് അവിടെ, ഓളെ ഫോട്ടോ ആണ് കൊടുത്തിട്ട്. ഞാൻ നേരത്തെ റീലൊക്കെ എടുത്തു. ഉച്ചയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെറിയൊരു ഇതൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒന്ന് കൂടി സംസാരിച്ച് ഇരുന്നു. അപ്പോൾ നമ്മളിതാ തിരിച്ചു പോരുന്ന വഴിയാണ്. ഇപ്പോൾ ഒരു തേയിലത്തോട്ടമൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ഇറങ്ങിയതാണ്. നല്ല രസമുണ്ട് ഇവിടെ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ അകത്തോട്ടൊക്കെ നടക്കുന്നത്. ക്യാമറമാൻ ആക്ഷൻ പറയുന്നു, മറ്റൊരാൾ അഭിനയിച്ച് തകർക്കുകയാണ്. എയ്സിട്ടന് ഇവിടെ എന്താ പണി? എയ്സിട്ട് അവിടെ പുല്ലൊക്കെ പറിച്ച് അല്ലേ തേയിലത്തോട്ടത്തെ ചേച്ചിമാരെ സഹായിക്കുകയാണ്. ആക്ഷൻ ഉള്ളുണ്ട്. ആ ഓ, എന്തൊരു അഭിനയം, എന്തൊരു ആക്ഷൻ! അഭിനയിച്ചങ്ങ് തകർത്ത്. ഈ ഒരു പോയിന്റ് മുതൽ കുറച്ച് കിളി എനിക്ക് പോയി തുടങ്ങി. തലേ ദിവസം നമ്മൾ ശരിക്ക് ഉറങ്ങിയില്ലല്ലോ, 2 മണിക്കൂർ എങ്ങാണ്ട് ഉറങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഒരു മയക്കും കറക്കും ഒക്കെ കൂടെ വന്ന് എനിക്ക്. ഞാൻ ജസ്റ്റ് റൈസ് ഉണർന്ന് കിടക്കുന്നതുകൊണ്ടിട്ട് എനിക്ക് ഉറങ്ങാനും പറ്റുമല്ലോ. ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണല്ലോ.
അങ്ങനെ ഞാൻ ഉറക്കമൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. ഒന്ന് ചാഞ്ഞ് ഉറങ്ങാൻ പോലും വയ്യ. അവനാണ് ഇടക്ക് ഡോറ് തുറക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവനെ പേടിയാണ്. അപ്പം മങ്കീസിനൊക്കെ നോക്കിയിരിക്കുന്നു പിള്ളേർ. ഒന്ന് താഴ്ത്തുണ്ട്. ഉണ്ട് ഉണ്ട്. കൊറേ കാര്യങ്ങളായിട്ടില്ലേ? അതാ ഒന്ന് ഇവിടെ. ഹലോ മങ്കി, ഇതാണ് അപ്പാ, ഇതാണ്. കുറച്ചു നേരം തേയിലത്തോട്ടത്തിൽ കൂടെയൊക്കെ നടന്നതിന് ശേഷം നമ്മൾ നേരെ തിരിച്ചു പോരുകയാണ് ചെയ്തത്. കാരണം എല്ലാവർക്കും കിളി പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേഗം വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു മൈൻഡായിപ്പോയി. നല്ല ചൂടുള്ള ഫ്രഷ് കാടാമുട്ട. നമ്മൾ വയനാട്ട് ചുരത്തിൽ വന്നിട്ട് കാടാമുട്ട കഴിക്കാതെ എങ്ങനെയാ പോവാന്നാണ് കവി ഉദ്ദേശിച്ചത് കേട്ടോ. ചൂടുണ്ട്, നല്ല ഫ്രഷാണ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. സെറ്റ്. തൊട്ടു മുന്നേ റൈസ് ഫോണും പിടിച്ച് ഉറങ്ങുന്നത് കണ്ട് കളിയാക്കിയവളാണ് ഈ കിടക്കുന്നത് കേട്ടോ. പിന്നെ എങ്ങനെ ചിരിക്കാണ്ടിരിക്കും. പ്രതീക്ഷിക്കാതെ നമ്മൾ വേറൊരു സ്ഥലത്ത് കൂടെ വന്നു. എവിടെയാണെന്നറിയാമോ? നമ്മൾ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ കണ്ടപ്പം ഇവിടെ ഒന്ന് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്രതീക്ഷിക്കാതെ അങ്ങ് പെട്ടെന്നൊരു തീരുമാനം എടുത്ത് വന്നതാണ്. പക്ഷെ നമ്മൾ കയറിയിട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊന്ന് കറങ്ങി. ഇതൊരു വലിയ സംഭവമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് കണ്ടു. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അതാ ഫുഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കാമെന്ന് കഴിച്ചിട്ട് ഫുൾ അലമ്പാണ്. വികൃതി കുട്ടിയാണ്. കണ്ണ് നല്ല ഉറങ്ങാത്തതിൻ്റെ ഒരു ഇത് വേറെ കുഴപ്പമില്ല, ബാക്കിയൊക്കെ സെറ്റാണ്. ഒന്ന് ഉറങ്ങി കഴിച്ചപ്പോൾ അതിന് മുക്കത്തെത്തിയിട്ട് നൈസായിട്ടൊന്ന് ഉറങ്ങാനുള്ള ഗ്യാപ്പ് കിട്ടിയപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിട്ടോ. ആ നേരത്തെ റൈസും ഉറങ്ങി, അതുകൊണ്ട് എനിക്ക് സുഖമായി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഒരു ബിരിയാണി വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി, അത്രയേ ഉള്ളൂ. അത്രയും ഒരു ക്ഷീണമായിപ്പോയി. ഉറക്കത്തിൻ്റെ ആണ് മെയിനായിട്ട്. കണ്ടില്ലേ, കണ്ണൊക്കെ എന്തൊക്കെയോ ഒരു മാതിരി ആയിട്ടുണ്ട്. ഞാൻ ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ അവർ മറ്റേ ബിഗ് ഫ്രഷിലൊക്കെ കയറി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിലേക്ക് തറവാട്ടിലോട്ട് 1-2 സാധനം മിഠായി ചെറിയ ഐറ്റംസ് ഇത് ഭയങ്കര എരിവായിരിക്കും കേട്ടോ. കുഴപ്പമില്ല, കഴിക്കുമോ? നോക്കല്ലോ എന്നായിക്കോട്ടെ. ഇതൊരു സമയത്ത് യൂട്യൂബിലൊക്കെ നമ്മൾ കുറേ പേര് കഴിച്ചത് കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹോട്ട് ആൻഡ് സ്പൈസി ഒക്കെയാണ്. കൊറിയൻ കിംചി ഫ്ലേവർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാം. റെയിനോ യാ ഇത് റെയിനുവിനെ ഇട്ടോക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം അതൊക്കെ കേട്ടോ, സൂക്ഷിച്ചിട്. കൈ തട്ടരുതേ. ഓക്കെ, മസാല ഇടാറായിട്ടില്ല. നമ്മൾ റെയിനുട്ടി കാത്തിരുന്ന സ്പൈസി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിച്ചു നോക്കൂ. സാധാരണ നൂഡിൽസിന്റെ കുറച്ചുകൂടി തിന്നിട്ട് പറയട്ടെ മോളെ. കഴിച്ചൂടെ? എരിവില്ല?
കുറച്ച് വിസ്മ ഇല്ലയോ? ചെല്ലി ചെല്ലി. ഒരു കുഴപ്പമില്ല. സത്യം? ഞാൻ നോക്കട്ടെ. കളർ മാത്രമേ ഉള്ളൂ. പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് എരുണ്ട് കൈതേത് എരുണ്ട്. ഓള് ഉണ്ടാക്കി തരാൻ പറഞ്ഞല്ലേ. എരുണ്ട് കേട്ടോ ഒരാള്. മെയിനായി തിന്നാണ് അല്ലേ? ടേസ്റ്റ് ഉണ്ടല്ലേ എരുണ്ടെങ്കിലും? കാണിച്ചിട്ട എരുണ്ട് ഇട്ടത് എനിക്ക് കഴിക്കാൻ പറ്റില്ല. ആ റെയിനും ഇങ്ങനെയാണ് അവ തിന്നുന്നത്. വെള്ളമൊക്കെ പൊട്ടിട്ട് തൊള്ളയിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വ്ളോഗ്. കുറച്ച് നീണ്ടു പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ രസമുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയേക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വീഡിയോ ഇവിടെ എൻഡ് ചെയ്യിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് അത് മറക്കരുത്. മാത്രമേ ഉള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.